വിരമിച്ചിട്ടും വിരാമമായിട്ടും കെളുന്നു പെൺകുട്ടികളെ തേടി ഇറങ്ങുന്ന ലെസ്ബിയൻ അധ്യാപിക. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സമൂഹം നമ്മുടെ പെൺകുട്ടികളോട് പറയുന്നത് നിങ്ങൾ ആൺകുട്ടികളെ സൂക്ഷിക്കണം, ചതിവിൽപ്പെടാതെ സൂക്ഷിക്കണം എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ സ്ത്രീകളെയും സൂക്ഷിക്കണമെന്ന് പറയേണ്ടി വരുമെന്ന് നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം എനിക്ക് ദുബൈയിൽ അധ്യാപികയായ ഒരു വീട്ടമ്മയുടെ സന്ദേശം ലഭിക്കുകയുണ്ടായി. അവരിപ്പോൾ ഇപ്രകാരം ഒരു സന്ദേശം എനിക്ക് അയക്കുവാനുണ്ടായ കാരണം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സാഹിത്യോത്സവത്തിൽ ഈ വീട്ടമ്മയും പഴയ കോളേജ് മേറ്റ്സും ഒത്തുകൂടുകയുണ്ടായി. വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ സുഹൃത്തുക്കൾ അവിടെ ഒത്തുകൂടിയത്. ആദ്യ ദിനം ഉച്ചതിരിഞ്ഞ് അവരുടെ സന്തോഷത്തെ കെടുത്തി ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി അവിടേക്കെത്തി. അത് മറ്റാരുമായിരുന്നില്ല, അവിടെ ക്യാമ്പസ് ജീവിതത്തിലെ ഒരിക്കലും ഓർക്കുവാൻ പോലും വെറുക്കുന്ന ഒരു അധ്യാപിക. ഒരു അധ്യാപികയെ അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്നത് എന്തിനെന്ന് നിങ്ങളിൽ പലരും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഈ അധ്യാപിക നാമധാരിണി ഒരു ലെസ്ബിയൻ അഥവാ സുവർഗ പ്രണയിനി ആയിരുന്നു. സ്ത്രീകളോട് തന്നെ ലൈംഗികവും വൈകാരികവുമായ ആകർഷണം തോന്നുന്ന സ്ത്രീകളെയാണ് ലെസ്ബിയൻ അഥവാ സുവർഗ പ്രണയിനി എന്ന് വിളിക്കുന്നത്. ഹോസ്റ്റലിൽ കയറിക്കൂടി എട്ടും പൊട്ടും അറിയാത്ത പ്രായത്തിൽ ഇവർ നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും പെൺകുട്ടികൾ കൂട്ടമായി കൂടുന്ന ഇടങ്ങളിൽ ഇവർ കഴുകൻ കണ്ണുകളുമായി ഇപ്പോഴും കറങ്ങി നടക്കുന്നു. പക്ഷേ ഇതുവരെ അവർ പിടിക്കപ്പെട്ടിട്ടില്ല. ആദ്യം എനിക്ക് ആ വീട്ടമ്മ അയച്ചു തന്ന കുറിപ്പൊന്ന് വായിക്കാം. ഹലോ മിസ്റ്റർ സുനിൽ, താങ്കളുടെ ചാനലിൻ്റെ സ്ഥിരം വ്യൂവേഴ്സാണ് ഞങ്ങൾ. സമൂഹത്തിലെ തിന്മകളെ ധൈര്യപൂർവ്വം ജനമധ്യത്തിൽ എത്തിക്കുന്ന അങ്ങേക്ക് 1000 നന്ദി. വിദ്യാർത്ഥിനികളെ നിരന്തരം കഴിഞ്ഞ 40 വർഷമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർഗപ്രേമിയായ ഒരു അധ്യാപികയുണ്ട്. NSS ഒറ്റപ്പാലം കോളേജിൽ നിന്നും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ വിരമിച്ചു. എന്നാണ് പേര്. താമസം അങ്കമാലിയിൽ. ഈ സ്ത്രീയുടെ അധ്യാപന കാലയളവിൽ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വന്ന പല വിദ്യാർത്ഥിനികൾക്കും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒരു പാവം കുട്ടിയെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും ഈ വൃത്തികെട്ട സ്ത്രീ ഗവേഷണ പ്രബന്ധം എഴുതിപ്പിച്ച് ഡോക്ടറേറ്റ് നേടി. അതിന് തുടർച്ചയായി ഈ സ്ത്രീക്ക് കോളേജിൽ നിയമനവും ലഭിച്ചു. അവിടെയും ഈ സ്ത്രീയുടെ ആഭാസത്തരങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ മകളെ നിരന്തരം രാത്രി മുഴുവൻ ഫോൺ ചെയ്തും മറ്റും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മകളെ വിടാതെ പിന്തുടർന്ന് വീടിൻ്റെ അടുക്കൽ പോലും താമസം ഉറപ്പിച്ച് സ്റ്റോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയെക്കുറിച്ച് അക്കാലത്ത് ഒരച്ഛൻ പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ക്ലാസ്സിൽ അശ്ലീലം പറയുവാനും പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുവാനും ഈ സ്ത്രീക്ക് ഭയങ്കര മിടുക്കായിരുന്നു. ഇന്റേണൽ അസസ്മെന്റ് കാരണം പല വിദ്യാർത്ഥിനികൾക്കും മൗനം പാലിക്കേണ്ട ദുരവസ്ഥയും ആയിരുന്നു. പല വിദ്യാർത്ഥിനികളും ഈ സ്ത്രീയുടെ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഈ സ്ത്രീ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഹോസ്റ്റലിൽ ഇവരുടെ മുറി കാർപ്പറ്റും മറ്റും വിരിച്ച് ഫർണിച്ചറൊക്കെ കുത്തി നിറച്ച് പെൺകുട്ടികളെ അങ്ങോട്ട് ക്ഷണിക്കുമായിരുന്നു. അമ്മയുടെ പ്രായമുള്ളത് കാരണം ആദ്യമൊക്കെ ഇതിനെ ആരും സംശയിച്ചില്ല. തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ നുള്ളുക, പിച്ചുക, ചവിട്ടി മുറിവേൽപ്പിച്ച് ആനന്ദിക്കുക, ഇതൊക്കെയും ഈ സ്ത്രീയുടെ ക്രൂര വിനോദങ്ങൾ ആയിരുന്നു. ഭ്രാന്തിയെപ്പോലെ ഉറക്കെ അട്ടഹസിക്കുക. എല്ലാവരും ഇതിനെ പേടിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ക്യാമ്പസ് ജീവിതം ഇവർ തുലച്ചു. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാൽ പിന്നീട് ഈ സ്ത്രീയുടെ മാനസികവും ശാരീരികവുമായ പീഡനം ആ പെൺകുട്ടി സഹിക്കേണ്ടി വരും. ഒരു അധ്യാപിക എന്ന അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തൊക്കെ വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്യാമോ അതൊക്കെ ഇവർ ചെയ്തു. പെൺകുട്ടികളുടെ മാറിടം പിടിച്ച് ഞെരിച്ചിട്ട് വികൃതമായി ചിരിക്കുക, പെൺകുട്ടികളുടെ ശരീരം ആകമാനം അടിമുടി നോക്കി അശ്ലീലം പറയുന്നതും, പെൺകുട്ടികൾ ഉണക്കുവാനിട്ട വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതും മറ്റും ചെയ്യുന്നതും, ഏതുതരം വസ്ത്രം എന്ന് പറയേണ്ടതില്ലല്ലോ, കേട്ടാൽ അറയ്ക്കുന്ന, ഭർണിപ്പാട്ട് തോറ്റുപോകുന്ന, തെറി പറഞ്ഞ് നടക്കുക തുടങ്ങിയവ ഈ സ്ത്രീയുടെ പതിവായിരുന്നു. ഈ സ്ത്രീ പഠനകാലത്ത് പലരെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തതായി അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അടിവയറ്റിൽ ഈ സ്ത്രീ മുട്ടുകാൽ കൊണ്ട് ചവിട്ടിയതായും അറിഞ്ഞു. സാരിയും മറ്റും ധരിച്ച് നടക്കുന്ന ഈ സ്ത്രീയെ ഒരു ലെസ്ബിയൻ ക്രിമിനൽ ആണെന്ന് പക്വത എത്താത്ത, ഈ വക കാര്യങ്ങളിൽ എക്സ്പോഷർ ഇല്ലാത്ത കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ചിലർക്ക് കാര്യമായ അപകടം തന്നെ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ക്യാമ്പസ് വിട്ട് ജീവിതത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായി മറക്കുവാൻ ഇതിനെ ശ്രമിച്ചു. എന്നാൽ കോഴിക്കോട് വെച്ച് നടന്ന DC കേരള ലിറ്റററി ഫെസ്റ്റിവലിൽ വെച്ച് ഈ സ്ത്രീയെ വീണ്ടും കണ്ടു. ഇവരുടെ ഉപദ്രവം, ശല്യം ഒട്ടും കുറവില്ലാതെ. അനുവാദം ചോദിക്കാതെ സെൽഫി എടുത്ത് ആർമാദിക്കുക, അരക്കെട്ടിൽ ചുറ്റിപ്പിടിക്കുക, വിദ്യാർത്ഥിനികളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇടിച്ചു കയറി ശല്യം ചെയ്തു. അവരെ പരമാവധി ബുദ്ധിമുട്ടിച്ചു. അതേ കഴുകൻ കണ്ണുകൾ. സെക്യൂരിറ്റി സ്റ്റാഫിനെ ഒന്നും അവിടെ കണ്ടില്ല.
ഞങ്ങൾ സഹപാഠികൾ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലായിരുന്നു. അതാണ് ഈ മരണം നശിപ്പിച്ചത്. ഞങ്ങൾ അധിക നേരം അവിടെ നിൽക്കാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ വൃത്തികെട്ട സ്ത്രീയെ ഗുണ്ടാലിസിൽ ഉൾപ്പെടുത്തുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? 2 വാചകം ഇംഗ്ലീഷ് തെറ്റില്ലാതെ പറയുവാൻ അറിയാത്ത സാമൂഹിക വിപത്തായ സൈക്കോ ക്രിമിനലായ ഈ സ്ത്രീ എങ്ങനെ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയായി? നിങ്ങൾ ഒരിക്കൽ ഈ സ്ത്രീയെ കണ്ടാൽ കാര്യം പിടികിട്ടും. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? താങ്കളുടെ വിലയേറിയ ഇടപെടൽ പ്രതീക്ഷിക്കുന്നു. ഈ കുറിപ്പ് വായിച്ച് ഈ സ്ത്രീയെക്കുറിച്ച് അന്വേഷണം നടത്തിയ ശേഷം ഞാൻ ഈ വീട്ടമ്മയുമായി നടത്തിയ സംഭാഷണം കേൾക്കുക. ഒറ്റപ്പാലം NSS കോളേജിലായിരുന്നു ഇവരുടെ കീഴിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. MA കുട്ടികളായിരുന്നു. ഇവര് എല്ലാ ബാച്ചിലും ഏതെങ്കിലും ഒരു കുട്ടിയെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവരുടെ പെരുമാറ്റം. ആ കുട്ടിയെ വിടാതെ ശല്യം ചെയ്യുക, നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഒരു അധ്യാപികയുടെ ഭാഗത്ത് വേണ്ടുന്ന ഒരു പെരുമാറ്റമല്ല. പക്ഷെ ഇവര് വളരെ മാസ്കുലിൻ ആയിട്ടാണ് ഇവരുടെ പെരുമാറ്റവും ഇവരുടെ ശബ്ദവും ഇവരുടെ മാനറിസംസ് ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ ശല്യം കൂടി വരുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റിന്റെ അച്ഛൻ നേരിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് പരാതി പറയുകയുണ്ടായി. കോളേജിലേക്കൊക്കെ പോയി പരാതി പറഞ്ഞു. കാരണം ചില ആ കുട്ടിയെ സ്വൈര്യം കെടുത്തുന്ന രീതിയിൽ രാത്രി അമ്മ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ പ്രണയ സന്ദേശങ്ങളാണ് കൂടുതലും മാറാൻ ശ്രമിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് ഒരു താമസം മാറി. അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് പ്രിൻസിപ്പലിനോട് പരാതി പറയുന്നത്. ആ പ്രിൻസിപ്പൽ ലേഡി പിന്നീട് മരണപ്പെട്ടു. പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ഹോസ്റ്റലിൽ താമസിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് സ്റ്റുഡൻസിന്റെ ഹോസ്റ്റലായിരുന്നു. പക്ഷെ ഇവരവിടെ താമസിക്കുന്നു. എന്നിട്ട് മുറിയിലേക്ക് പിള്ളേരെ ക്ഷണിക്കുക. കുട്ടികളോട് വളരെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം, ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള രീതികളായിരുന്നു ഇവരത്. കുട്ടികൾ പലപ്പോഴും പേടിച്ചിട്ടും പിന്നെ ഇവർ വളരെ ഒരു അക്രമകാരിയുടെ ഒരു സ്വഭാവമൊക്കെ അവർ കാണിക്കുമായിരുന്നു. വളരെ അഗ്രസീവ് ആയിട്ട്. ഇപ്പൊ കുട്ടികൾ പലപ്പോഴും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുമായിരുന്നു. ഒന്നാമത് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് നാട്ടിൻപുറത്തുള്ള കുട്ടികളാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. ഒരു അധ്യാപക ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറുന്നു. പിന്നെ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ട, കുട്ടികളെ ഗാർഡിയനായിട്ട് നിൽക്കേണ്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവാൻ പറയുമ്പോൾ കുട്ടികൾക്ക് തൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ഇതെന്തായിരുന്നു ഇതിന് പുറകിലുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഹോമോസെക്ഷൽ അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത് പലപ്പോഴും പിന്നീട് കുട്ടികൾ തിരിച്ചറിയുന്നത്. ഇവര് ഇന്റർണൽ അസസ്മെന്റിന്റെ ആ ഒരു ചട്ടത്തിന്റെ കീഴിൽ പിള്ളേരെ നിർത്താൻ ശ്രമിച്ചു. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവരുടെ ക്ലാസ്സൊക്കെ മഹാ അബദ്ധമായിരുന്നു. ഇവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല. ഇവരെങ്ങനെ സർവീസ് കയറി എന്നുള്ളത് അറിയില്ല. പിന്നീട് കേട്ടത് ഇത് ആരെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ചിട്ടൊക്കെയാണ് ഇവരുടെ ഗവേഷണ പ്രബന്ധം. അതെ, ഇവർക്ക് അതെ PhD ഒക്കെ ഉണ്ട് ഇവർക്ക്. കമലാദാസിനെ കുറിച്ചാണ് അവരുടെ PhD. അപ്പോ പിന്നീട് നമ്മള് ചില അധ്യാപികമാരോടൊക്കെ സംസാരിച്ചു. അപ്പൊ ഇവർ താമസിച്ച എല്ലാ ഹോസ്റ്റലുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ചിലയിടത്തൊക്കെ അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് മുമ്പ് താമസിച്ച സ്ഥലങ്ങളിലൊക്കെ. വിവാഹിതയല്ലായിരുന്നോ? അവര് 2 തവണ വിവാഹം കഴിച്ചു. 2 പേരും പിന്നെ ഒഴിഞ്ഞു പോയി എന്നാണ് കേട്ടത്. ഇവർ കഴിച്ചവരൊക്കെ. ഇവർ ഈ പെൺകുട്ടികൾ എങ്ങനെയായിരുന്നു അവരുടെ വലയിൽ വീഴ്ചിരുന്നത്? ഇവര് ആദ്യം പെൺകുട്ടികൾക്ക് മനസ്സിലാവില്ല. ഇവരുടെ രീതികളൊന്നും ആദ്യമൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. കാരണം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ പക്ഷേ ഇവരുടെ ഈ ചലനങ്ങളൊക്കെ കുറച്ചൊരു അസ്വാഭാവികമായിട്ടുള്ള ചലനങ്ങളാണ്. മുഖഭാവം അതെ. പിന്നെ ശബ്ദം കുറച്ചൊരു പൗരുഷം ഉള്ളൊരു ശബ്ദമാണ്. പിന്നെ ഇവര് ആദ്യമൊന്നും ഇവരുടെ ഉള്ളിലുള്ള തനി സ്വഭാവം പുറത്തു വരില്ല. ഇവര് കുട്ടികളെ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ള മട്ടില്ല, ഗാർഡിയനായിട്ട് നിൽക്കുന്നു, ഒരു മെന്റർ ചെയ്യുന്നു എന്നുള്ള മട്ടൊക്കെയാണ് അവർ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആണ് ഇവരുടെ ഭാഗത്ത് നല്ല ഫിസിക്കലായിട്ടുള്ള അപ്രോച്ചൊക്കെ വരുന്നത്. ശരിക്കും ഒരു സഭ്യമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലൊക്കെയാണ് അവർ സ്റ്റുഡൻസിനോട് പെൺകുട്ടികളോട് പെരുമാറിയിരിക്കുന്നത്. പിന്നെ പെൺകുട്ടികൾ ബോയ്സുമായിട്ടൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഹോസ്റ്റലിൽ ആ കുട്ടികളെ വിളിച്ചിട്ട് വല്ലാതെ ശകാരിക്കുക. പിന്നെ ഒരു തെറിയൊക്കെ പറയും, അശ്ലീലമൊക്കെ പറയും. അപ്പോൾ കുട്ടീൻ്റെ ക്യാരക്ടറിനെ മോശമാക്കിയിട്ട് പറയും. പിന്നെ വീട്ടിൽ അറിയിക്കുമെന്നൊക്കെ പറയും. ഇത് കുട്ടികൾ യാതൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീടാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഇവരുടെ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് സാധിക്കാൻ പറ്റാത്തതിലുള്ള ഒരു നിരാശ കൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ നിരന്തരം കോളേജിൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
ഒരിക്കൽ SFI അവിടെ ഒരു പ്രകടനമായിട്ട് വന്ന സമയത്ത് ഈ സ്ത്രീ വലിയ ഇഷ്യൂ ഉണ്ടാക്കി. അപ്പൊ അത് അവസാനം പ്രിൻസിപ്പൽ അടുത്തൊക്കെ എത്തി വലിയൊരു ചർച്ചയുടെ ഒരു അവസാനം പ്രിൻസിപ്പൽ തന്നെ കണ്ടെത്തി ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഈ ടീച്ചറാണ് എന്നുള്ളത്. ഇന്നേ ടീച്ചറാണെന്ന് പ്രിൻസിപ്പൽ എടുത്തു പറയുകയുണ്ടായി. അതായത് ഇവരിങ്ങനെ പെൺകുട്ടികളൊക്കെ അങ്ങ് ഇളക്കി വിടും ബോയ്സിന്റെ എതിരെ. എന്നിട്ട് പിന്നെ അവര് തന്നെ പ്രശ്നം തീർക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ആ പ്രായത്തിലെ കുട്ടികൾക്ക് പലപ്പോഴും ഇതിന് പിന്നിലുള്ള കുതന്ത്രങ്ങളൊന്നും മനസ്സിലാവില്ല. പിന്നെ അവര് ഈ പെൺകുട്ടികളുടെയൊക്കെ മേൽവിലാസമൊക്കെ അവര് ശേഖരിക്കും. ഈ ഹോസ്പിറ്റൽ രജിസ്റ്ററിനകത്ത് അവർ അഡ്രസ്സൊക്കെ ശേഖരിക്കും. എന്നിട്ട് പിന്നെ കുട്ടികളെ ക്ഷണിക്കാതെ തന്നെ ഇവര് ആ കുട്ടികളുടെ വീട്ടിലൊക്കെ ചെല്ലും. ഫോൺ ചെയ്യാന്നുള്ളത് ഇവരുടെ ഒരു വല്ലാത്തൊരു താല്പര്യം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും തമ്മിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാല് അവർ തമ്മിൽ പറയുകയും ഇവരെ ഒന്നിച്ചു നിന്ന് ഒരു കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കാനോ ഒന്നും ഒരു ശ്രമം ഉണ്ടായിട്ടില്ലേ? ചില ഹോസ്റ്റലുകളിലൊക്കെ ഈ വാർഡന്റെ അടുത്തൊക്കെ പരാതി എത്തിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിന്നാണ്ട് ഈ സ്ത്രീയെ പറഞ്ഞു വിട്ടു. ഇവരുടെ രീതികളൊക്കെ കണ്ടിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിനികളാകുമ്പോൾ അവരൊരു 2 വർഷമാണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരം 2 വർഷം കുട്ടികൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഉണ്ടാവില്ല. അവർ ഏതാനും മാസങ്ങളെ യഥാർത്ഥത്തിൽ ഹോസ്റ്റലിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അവർ ചിലപ്പോൾ വീട്ടിലൊക്കെ പോകും. അപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ MSc ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതിന്റെ പുറകിലൊന്നും പോകാനുള്ളൊരു സാമർത്ഥ്യം ഉണ്ടാവില്ല. പിന്നെ അവര് സംഘടിതരുമല്ല. അതാണ് പലരും പല ബാച്ചിൽപ്പെട്ട കുട്ടികളാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും കോഴ്സ് കഴിയും. പിന്നെ ചിലരുടെ കേസിൽ അവര് പിന്നീട് ഭയങ്കര ട്രോമയിലൊക്കെ പോയിട്ടുള്ള കുട്ടികളെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇവരുടെ ശല്യം കാരണം. ഇവർ അന്ന് ആ ക്യാമ്പസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വഭാവമായിരുന്നു. ഇന്നും ഇവരുടെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല എന്ന് ഇപ്പൊ പലരും പങ്കുവെച്ചു എന്ന് കേട്ടു. അന്നേരം അതുകൊണ്ടാണോ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ? അതായത് ഇവര് ഈ ഏജിലും ഇപ്പം റിട്ടയർ ആയെന്ന് തോന്നുന്നല്ലേ അവര്? അവര് കുറെ വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. 6-8 വർഷത്തിന് മുമ്പ് റിട്ടയർ ചെയ്തു. ഇപ്പോഴും ഇതുപോലെ ഈ പെൺകുട്ടികളെ തേടി ഇവരിങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട് എന്നൊരു തരത്തിലുള്ളൊരു അത് കേട്ടു. അതായത് ഈ സാഹിത്യ സമ്മേളനമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്ത്രീ അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ചെല്ലുന്നു. പിന്നെ ഈ പെൺകുട്ടികളുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇവരങ്ങ് ഇടിച്ചു കയറി ചെല്ലും. യഥാർത്ഥത്തില് ഈ കുട്ടികളൊന്നും ഇവരെ മൈൻഡ് ചെയ്യണ പോലും ഉണ്ടാവില്ല. അവരെ നോക്കിയില്ല, ഇവരെ അവഗണിക്കാൻ ശ്രമിക്കും. കാരണം സാധാരണ അധ്യാപികമാരോട് തോന്നുന്ന ഒരു ബഹുമാനോ അടുപ്പോ ഒന്നും സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയോട് തോന്നില്ലല്ലോ. ഒരിക്കലും ഒരു അധ്യാപികയുടെ സ്ഥാനത്തല്ലല്ലോ നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ അവഗണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവര് ആ ഗ്രൂപ്പിലൊക്കെ ഇടിച്ചു കയറും, സെൽഫി എടുക്കുക, പിന്നെ കുട്ടികളെ ചുറ്റിപ്പിടിക്കുക. അപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന പെരുമാറ്റമാണ്. അതായത് ഇവർക്ക് പിന്നെ അധ്യാപിക എന്നുള്ള ഒരു അധികാരമാണ് അവർ കാണിക്കുന്നത്. കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു തിരക്കിൽ ഒരു ആൾക്കൂട്ടത്തിന് നടുത്ത് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. ബഹളം വെക്കാനൊന്നും പറ്റില്ല. കാരണം എന്തിനാ വെറുതെ അവിടെ ഒരു സീനാക്കുന്നതെന്നാണ് കുട്ടികൾ വിചാരിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് ഉള്ളിൽ ഭയങ്കര അമർഷമുണ്ട് ഇവരെ പെരുമാറ്റത്തിനോട്. പല കുട്ടികളിപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉള്ള കൂടിച്ചേരൽ യോഗത്തിലൊക്കെ ഈ സ്ത്രീ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊതുവേദികളാവാം. അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേർ പതുക്കെ അവിടെ നിന്ന് പിൻവാങ്ങും. അങ്ങനെ അവർ പറഞ്ഞു നമുക്ക് പലപ്പോഴും നമ്മൾ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കാനിരുന്ന ഈ ഒരു പരിപാടിയിൽ നമ്മൾ വിട്ടുപോകേണ്ടി വരുന്നു ഈ സ്ത്രീയുടെ ശല്യം കാരണം. അവര് സ്വൈരവിഹാരം നടത്തുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള ക്രിമിനൽസിന് സമൂഹത്തിൽ യാതൊരു ശിക്ഷയും കിട്ടുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഈ കുട്ടികളെ വിദ്യാർത്ഥിനികൾ ഇവരെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈയിടെ ഒറ്റപ്പാലം NSS ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ തമ്മിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ഓർമ്മയല്ലേ നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ. പക്ഷെ പിന്നീട് ആരോ പറഞ്ഞത് മിക്കവാറും ഈ സ്ത്രീയും കൂടി അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പൊ അത് കേട്ടപ്പോൾ പിന്നെ എല്ലാവരും ആകെ മൂഡ് ഓഫായി. പിന്നെ ആർക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ഇതാണ് അവസ്ഥ. അത് കുട്ടികളുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള താല്പര്യങ്ങളെ പോലും അത് എന്തുമാത്രം ബാധിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി കേട്ടോ, ഇതുപോലുള്ള പൊതുശല്യങ്ങൾ കാരണം. ഒരു ടെൻഡർ ഏജിൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ കുട്ടികൾക്കൊക്കെ വളരെയേറെ അവരുടെ ആജീവനാന്തം ഉള്ള ഒരു മെന്റൽ ട്രോമയ്ക്ക് കാരണമാകില്ലേ ഇവരുടെ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തികളെ? ഉണ്ടാവും. കാരണം ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ടുള്ള പിള്ളേർക്കൊന്നും അത് മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാലയളവിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതൊരു അധ്യാപികയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അധ്യാപികയുടെ ഭാഗത്തുനിന്ന് പരാതി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരോട് പരാതിപ്പെടും എന്നുള്ള ചിലരൊക്കെ പിന്നെ വേറെ അധ്യാപികമാരോടൊക്കെ സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ അവരും കാര്യമായിട്ടൊന്നും പ്രതികരിച്ച് കണ്ടില്ല.
ഇവിടെ ചില പെക്യുലർ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം പിള്ളേരൊക്കെ കൂടിയ കാറിനടുത്തൊക്കെ അത് കണ്ട് നിന്നിട്ട് ഒരു പരിഹാസച്ചിരിയൊക്കെ ചിരിക്കുക. പിന്നെ അവരുടെ നോട്ടം തന്നെ ഒരു ശരിയല്ല, ഒരു കഴുകൻ കണ്ണും, പിന്നെ കുട്ടികളെ അടിമുടി നോക്കി ഒരുമാതിരി അശ്ലീല കമന്റ് ഒക്കെ പറയാ. ക്ലാസ്സിലും അങ്ങനെയുള്ള വിഷയങ്ങളിലും മാത്രമാണ് അസ്ത്രീക്ക് താല്പര്യം ഉണ്ടായത്. അവർ ക്ലാസ്സിൽ ബോയ്സിന്റെ ഭാഗത്തേക്ക് നോക്കില്ല. അവർക്ക് പെൺകുട്ടികളെ മാത്രമാണ് എല്ലാ കാലത്തും താല്പര്യം. കൊച്ചു പെൺപിള്ളേരെ, ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളെ പ്രത്യേകിച്ച് എങ്ങനെ നശിപ്പിക്കാന്നുള്ളതിലാണ് യഥാർത്ഥത്തിൽ അവർ ഗവേഷണം ചെയ്തിരിക്കുന്നത്. അവര് എത്ര വർഷം ജോലി ചെയ്തോ അത്രയും വർഷം. പിന്നെ അവരുടെ പഠന കാലയളവില് അവര് ആരെയൊക്കെ ഉപദ്രവിച്ചും നമുക്ക് അറിയാൻ പാടില്ലല്ലോ. പക്ഷെ കേട്ടിട്ടുണ്ട്, ഇതുപോലത്തെ പല കഥകളും കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ ജോലി ചെയ്ത ആ ഒരു കാലയളവില് എല്ലാ ബാച്ചിലെയും കുട്ടികൾക്ക് ഇതുപോലത്തെ ദുരനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് പറഞ്ഞു അങ്ങനെ അറിയുമല്ലോ കാര്യങ്ങൾ. പഠിപ്പിക്കാനൊന്നും അറിയില്ല. അവര് ഉമ്പട്ടോ ഇക്കോന്റെ ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് ക്ലാസ്സിലൊക്കെ വരും. അവർ വെറുതെ നിന്നിട്ട് ഇങ്ങനെ വായിക്കുകയുള്ളൂ. അവർക്കൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല. അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. അവർക്ക് താല്പര്യങ്ങൾ എപ്പോഴും വേറെ എന്തൊക്കെയോ ആയിരുന്നു. ഒരു അധ്യാപിക എന്നൊരു ലേബല് ഒരു മറ മാത്രമായിരുന്നു അവർക്ക്. നമ്മൾ പിന്നീട് പറയുമായിരുന്നു, ഇവര് കോളേജിലേക്ക് ജോലി സമ്പാദിച്ചു വന്നത് തന്നെ ഈ പെൺകുട്ടികളുടെ ഒക്കെ അടുത്തിങ്ങനെ സമ്പർക്കം പുലർത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവർക്ക് വിഷയത്തിനോട് താല്പര്യമില്ല. അവർക്ക് കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ഇതാവുമ്പോൾ എപ്പോഴും പെൺകുട്ടികളുടെ നടുക്കുന്നിങ്ങനെ അവർക്ക് മിങ്കിൾ ചെയ്ത് നടക്കാം. പിന്നെ ഹോസ്റ്റലിലും കുട്ടികളെ സൗകര്യത്തിന് കിട്ടും. ഇതൊക്കെയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഒരു അധ്യാപക ജീവിതത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും അവർ പിടിക്കപ്പെട്ടിട്ടില്ല, അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് കേസുകളോ അല്ലെങ്കിൽ തരത്തിലുള്ള കംപ്ലൈന്റുകളോ ഒന്നും ഉണ്ടാകാതെ? ഒരു പിതാവിന്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് എഴുതി കൊടുത്തതൊന്നും നമുക്ക് ഓർമ്മയില്ല. ഒരു പെൺകുട്ടി MA പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവളുടെ വീട്ടിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ താമസം മാറ്റി. പിന്നെ നിരന്തരം രാത്രിയാകുമ്പോൾ ഫോൺ ചെയ്ത് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ അവസാനം ആ കുട്ടിയുടെ അച്ഛൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു. അത് വലിയ ഇഷ്യൂ ആയതാണത്. അത് ടീച്ചേഴ്സ് ഒക്കെ ചർച്ച ചെയ്തിരുന്നൊക്കെ കേട്ടിരുന്നു ആ സമയത്ത്. ഈ ഇഷ്യൂ വീണ്ടും ഒരു ചർച്ചാ വിഷയത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇത് വീണ്ടും വരാനുണ്ടായ സാഹചര്യം, നമ്മളൊരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ നമ്മൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ സഹപാഠികൾക്കൊക്കെ ഒരു ഒത്തുചേരൽ എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മൾ അതിനെ കണ്ടത്. സ്ത്രീ അവിടെ വന്നിട്ടും ഇവരുടെ ഉപദ്രവത്തിനൊന്നും ഒരു കുറവുമില്ല. അതേ പിന്നെ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വല്പം ഒരു അകൽച്ച പാലിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീ അതൊന്നും മനസ്സിലാക്കില്ല. ബൗണ്ടറീസ് ഒന്നും അവർ മനസ്സിലാക്കില്ല. അതിലവർക്ക് താല്പര്യമില്ല. അവരങ്ങ് ഇടിച്ചു കയറും. പിന്നെ കൂട്ടത്തിൽ ഇരുന്നിട്ട് പലരെയും കെട്ടിപ്പിടിക്കുക ആ രീതിയിലൊക്കെ. അപ്പൊ അത് വല്ലാത്തൊരു അമർഷം ഉണ്ടാക്കി നമ്മളുടെയൊക്കെ ഇടയിൽ. നമ്മൾ അവിടുന്ന് മാറിക്കളഞ്ഞു. നമ്മൾ പഠിക്കുന്ന കാലയളവിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ഒരു അറിവില്ല, അല്ലെ അത്തരത്തിലൊരു കോൺഫിഡൻസ് കാണത്തില്ല. ഇന്ന് ഇവരെ കൈ കിട്ടിയാൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ നിങ്ങൾ 2-3 പേര് ചേർന്നുണ്ടെങ്കിൽ സാധ്യമല്ലേ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു നടപടികളിലേക്ക് പറ്റും. കാരണം അന്ന് പെട്ടെന്ന് ഒരു ഷോക്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നമ്മൾ തന്നെ അത് പറഞ്ഞു. ഈ സ്ത്രീയെ ശരിക്കും പണ്ടേ 2 പൊട്ടിച്ചിരുന്നെങ്കിൽ ഈ സ്ത്രീ ഒന്ന് അടങ്ങിയേനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. കാരണം അവരാണ് മറ്റുള്ളവരെ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെ ഒരു ക്രൗഡിൽ പെരുമാറണം, വേറൊരാളുടെ ബോഡിയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ അധ്യാപികമാരാണ് നമുക്ക് ഉപദേശം തരേണ്ടത്. ആ സ്ത്രീ തന്നെ ഇത്തരത്തിൽ ഇത്രയും മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ പക്ഷെ നമ്മൾ തയ്യാറാണ്. ഈ സ്ത്രീ ഇനിയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആരും സഹിക്കുന്നില്ല ഇവരെ. അങ്ങനെ പേടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അക്കാലത്ത് പിന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളും നാട്ടിൻപുറത്ത് വന്ന പിള്ളേരൊക്കെയാണ്. അപ്പൊ അവർക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഇത് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. മനസ്സിലായി കഴിയുമ്പോഴേക്കിനെ കോഴ്സും കഴിഞ്ഞു. പലരും പല ഭാഗത്ത് പോയി. പക്ഷെ അന്ന് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു. നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് ബോയ്സിനെയും കൂടി ഉൾപ്പെടുത്തണം, ഇവരെ എക്സ്പോസ് ചെയ്യണം എന്നാണ് നമ്മൾ കരുതിയത്. ഇനി ഇതുപോലെ അടുത്തൊരു തലമുറയിൽ പെൺകുട്ടികളെ ഇവർ ഉപദ്രവിക്കാൻ പാടില്ല. ഇതുപോലെ ഒരുപാട് ക്രിമിനൽസ് സമൂഹത്തിലുണ്ട്. പെട്ടെന്ന് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെ വേഷമൊക്കെ ധരിച്ചു മാന്യമായിട്ട് പെരുമാറുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ മുഖം മൂടിയൊക്കെ അഴിഞ്ഞു വീഴുന്നത്. നമ്മുടെയൊക്കെ മാതാപിതാക്കള് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ആൺകുട്ടികളെ സൂക്ഷിക്കണം, അല്ലെ പുരുഷന്മാരെ സൂക്ഷിക്കണം, അകലം പാലിക്കണം. ഇപ്പം വന്ന് നിങ്ങൾ സ്ത്രീകളെയും സൂക്ഷിക്കണം എന്ന് പറയേണ്ട അവസ്ഥയാണോ ഇപ്പം? നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമ്മൾ പറയും ഇതുപോലുള്ള ആൾക്കാരെയാണ് ആദ്യം സൂക്ഷിക്കേണ്ടത്. നമ്മുടെ പഠന കാലയളവിൽ നമുക്ക് ഈ ആമ്പിള്ളേരെടുക്കുന്ന ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല.
അവരൊക്കെ വളരെ മാന്യമായിട്ടാണ്, നല്ല സൗഹൃദങ്ങളായിരുന്നു ക്യാമ്പസിൽ ഉണ്ടായിരുന്നത്. അത് ആ ക്യാമ്പസിലായിക്കോട്ടെ, നമ്മളൊക്കെ പഠിച്ച വേറെ കോളേജസിലൊക്കെ അതുപോലെ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് ഒരു നേരത്തെ ഉള്ളൊരു തലമുറ, നമ്മുടെയൊക്കെ പേരൻസിനൊന്നും ഇതുപോലുള്ള സാമൂഹ്യ വിപത്ത് സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അവർ അറിഞ്ഞിരുന്നില്ല. ആ ഒരു തലമുറ വളരെ നിഷ്കളങ്കരായിരുന്നു. അപ്പൊ അവര് പറയുന്നത് ബോയ്സിന്റെ അടുത്ത് അകലം പാലിച്ചോളൂ, അവര് ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും. പക്ഷെ അതല്ല, ഇവരെ പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇവര് ഹോസ്റ്റലുകളിലും ചിലപ്പോൾ നമ്മളൊരു ഡബിൾ റൂം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള സ്ത്രീ നമ്മുടെ കൂടെ ഡബിൾ റൂം താമസിക്കുന്നത്, ഹോം സ്റ്റേനകത്ത് ഈ സ്ത്രീ വന്ന് താമസിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് റൂമുണ്ട് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് കഴിഞ്ഞോളൂ എന്ന് പറയുന്നു. രാത്രിയാകുമ്പോൾ ഇവർ വേറെ സ്വഭാവം കാണിക്കുന്നു. അപ്പൊ അത് വളരെ വളരെ സൂക്ഷിക്കണം. പിന്നെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമ്മൾ വല്ലാത്തൊരു ആശങ്കയിലായിപ്പോ. നമ്മൾക്ക് ഒന്നാമത് ഈ സംഭവിക്കുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ ഇവര് പലരെ ട്രാപ്പിൽ പെടുത്തതായിട്ട് നമുക്കറിയാം. ഇവര് അല്ലാതെ ബ്ലാക്ക്മെയിൽ ചെയ്യും പെൺകുട്ടികളെ. പിന്നെ ഏതെങ്കിലും പെൺകുട്ടി വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ക്ലാസ്സിൽ തന്നെ വയലന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇവര് കണ്ടുവച്ചിരിക്കുന്ന കുട്ടിയുടെ വിവാഹമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പഠിപ്പിക്കലൊക്കെ നിർത്തി വെച്ചിട്ട് ഇതിനെ പറ്റിയാണ് സംസാരിക്കുക. ഈ പാലക്കാടൊക്കെ ഉൾനാട്ടിലൊക്കെ കുട്ടികൾ വേഗം കല്യാണം കഴിക്കും. MA ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതൊന്നും ഈ സ്ത്രീക്ക് പറ്റില്ല. പറയുന്നത് കൂടുതൽ പഠിക്കണ്ടേ, ഇനി ഉയർന്ന ഡിഗ്രികളൊക്കെ സമ്പാദിക്കണ്ടേ എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും ആ പ്രായത്തിൽ പോലും നമുക്ക് ഇവരുടെ ഉദ്ദേശം മനസ്സിലായിരുന്നു. ബാക്കിയുള്ള അധ്യാപികമാർ പറയുന്ന പോലെയല്ല ഇവരുടെ സംസാരം. ഇവർക്ക് വേറെ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നു ഈ കുട്ടികളോടൊക്കെ. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഇത്രയും പെക്യുലറായ ഒരു സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഇത്രയും അഗ്രസീവായിട്ട് ഇത്തരം സ്വഭാവമുള്ളവർ പിടിക്കപ്പെടാതെ അവരുടെ സർവീസ് കാലാവധി പൂർത്തിയാക്കി പുറത്തു വരികയും ഇപ്പോഴും ഇതേ സ്വഭാവമായി നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് വളരെ വളരെ ഒരു അത്ഭുതം തോന്നുന്നു. അല്ല, ഇവര് ക്രിമിനലാണ്. ഈ സ്ത്രീ പക്കാ ഒരു ക്രിമിനലാണ്. എങ്ങാനും ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് ആ കുട്ടിയുടെ ഭർത്താവിനെ കുറിച്ച്, ഇവര് അവിടെയുള്ള അധ്യാപികമാരുടെ ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ പറയും, അധിക്ഷേപിച്ച് സംസാരിക്കും. ഇവർക്ക് പുരുഷന്മാരെ ഭയങ്കര വിരോധമാണ് ഈ സ്ത്രീക്ക്. എന്താണ് അതങ്ങനെയെന്ന് അറിയില്ല. അതായത് ഈ പെൺകുട്ടികളോടൊക്കെ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്, ഇവിടെ ഞാൻ മാത്രം മതി, ഞാൻ തന്നെയാണ് യഥാർത്ഥ പുരുഷൻ. അവിടെയുള്ള സ്റ്റുഡൻസിന്, ബോയ്സിനൊക്കെ ഭയങ്കര മോശമായിട്ട് ഇവർ പറയായിരുന്നു. കോന്തന്മാരെന്നൊക്കെയാണ് പറയാ. അതിലും മോശമായിട്ടൊക്കെ പറയും. എന്തോ ഒരു മാനസിക വൈകല്യമാണെന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലായത്. ഇവരെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു എബ്നോർമലായിട്ട് തോന്നുന്നൊന്നുമില്ല. പക്ഷെ ഇവരുടെ ചലനങ്ങളൊക്കെ കുറച്ചൊരു പൗരുഷാണ്. ശബ്ദവും ഒരു മുരൾച്ച പോലെ ഒരു ശബ്ദമാണ്. ആ ശബ്ദമൊക്കെ നമ്മളങ്ങ് മറന്നു. നമുക്കതൊന്നും ഓർക്കാൻ തന്നെ ഇഷ്ടമില്ല. അത്രയും വെറുപ്പുളവാക്കുന്ന ഒരു ശബ്ദവും അവരുടെ മുഖവും അവരുടെ കഴുകൻ കണ്ണുകളൊക്കെ. ട്രാൻസ്ജെൻഡർ ഒന്നും അല്ലാന്ന് തോന്നുന്നു. ട്രാൻസ്ജെൻഡറിനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതല്ല, സ്ത്രീയുടെ ശരീരമാണ്, പക്ഷെ ചലനങ്ങളും ഒക്കെ ഒരു പുരുഷന്റെ ചലനങ്ങളാണ്. അവർ ഈ ഷോൾഡറൊക്കെ പിടിച്ചേക്കണ കണ്ടു കഴിഞ്ഞാൽ ഒരു പുരുഷൻ. പിന്നെ നടത്തത്തിന്റെ സ്റ്റൈലും കാലൊക്കെ നീട്ടി കൈയൊക്കെ വീശി അങ്ങ് നടക്കും. പിന്നെ ഈ പെൺപിള്ളേരെ സമീപിക്കുന്നത് അതുപോലെയാണ്. പുരുഷന്മാരെ സ്ത്രീകളെ കയറി പിടിക്കുന്ന ആ ഒരു സ്റ്റൈലാണ് അവരുടെ രീതിയൊക്കെ. അതാണ് ഈ ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാവണത്. കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴേ ഉള്ളോ അതോ ഹോസ്റ്റലുകളിൽ എത്തുമ്പോഴേ ഉള്ളോ ഈ സ്വഭാവം? അത് എവിടെ പെൺകുട്ടികളെ ഒത്തു കിട്ടിയാലും ഇവർ അത്തരത്തിൽ ബിഹേവ് ചെയ്യുമോ? അത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറണേന്നുള്ളത്. ചില സമയത്തൊക്കെ ഇവരവരുടെ കാര്യം നോക്കി പോണേം കാണാം. പിന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് ചില അശ്ലീല തമാശകളൊക്കെ പറയും. പിന്നെ ഒരുമാതിരി ആളുടെ മേലൊക്കെ തൊട്ട് തഴുകുന്ന രീതിയിലൊക്കെ ഉള്ള പെരുമാറ്റം. ഹോസ്റ്റലിൽ ഇവരുടെ സ്വഭാവം വരെയാണ്. ക്യാമ്പസിൽ കാണിക്കുന്ന സ്വഭാവമായിരുന്നില്ല ഹോസ്റ്റലിൽ പെൺകുട്ടികളോടൊക്കെ വേറെ തന്നെയായിരുന്നു ഇവരുടെ പെരുമാറ്റം. ഇവര് പല സെമിനാറിലും ഇവർ പങ്കെടുക്കുന്നുണ്ട്. ബോയ്സിനിടയിൽ യഥാർത്ഥത്തിൽ ഇവർ ചർച്ച വിഷയമായിട്ടുണ്ട്. പക്ഷെ ബോയ്സിന് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരുടെ ഈ നടത്തത്തിന്റെ ഒരു സ്റ്റൈലും ഇവരുടെ ഈ ചലനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ ഇവരുടെ ഒരു വേഷവും ജീൻസൊക്കെ നാട്ടിലിപ്പോൾ എല്ലാവരും ധരിക്കുന്നതാണ്. പക്ഷെ ഇവരിടുമ്പോഴേക്കും ശരിക്കും ഒരു പുരുഷനിട്ട് നടക്കണ പോലെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇവര് വല്ലാതെ കുട്ടികളെ അപമാനിച്ച് സംസാരിക്കും.
ഇവരുടെ ഇങ്ങനത്തിന് വഴങ്ങാത്ത പിള്ളേരാണെന്നോ അല്ലാതെ അപമാനിക്കും. കുട്ടികളുടെ മൊറയിലിനെ മുഴുവനായിട്ടും നശിപ്പിക്കുന്ന രീതിയിൽ, കുട്ടികളുടെ ആത്മവിശ്വാസം മുഴുവനായിട്ടും ചോർത്തിക്കളയുന്ന രീതിയിൽ അവർ സംസാരിച്ചാല് ഒരു അധ്യാപികയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പെരുമാറ്റങ്ങളും ഈ സ്ത്രീയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സ്ത്രീയിൽ നിന്നും ദുരനുഭവം നേരിട്ടവർ ഇന്ന് കുടുംബമായും കുട്ടികളായും ഒക്കെ കഴിയുകയാണ്. അവരിൽ പലരും അവർക്ക് നേരിട്ട ബുദ്ധിമുട്ട് അവരുടെ ഭർത്താക്കന്മാരോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയും ഈ സ്ത്രീയെ ഇത്തരം പരിപാടികളുമായി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർത്തോണം, അന്ന് ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ആകുമെന്ന്. ഇന്ന് തൽക്കാലം ഇവരുടെ ഫോട്ടോയും അഡ്രസ്സും പരാതിക്കാരുടെ വിവരങ്ങളും ഒന്നും ഞങ്ങൾ പുറത്തുവിടുന്നില്ല. അമ്മച്ചി ഒരല്പം അടങ്ങുക, അല്ലെങ്കിൽ നല്ല ചിമിട്ടം പണി കിട്ടും എന്ന് മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.